അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ബാക്ക് കൺട്രി 2014 ഈ സിനിമ റിലീസായിരിക്കുന്നത്. സിനിമയുടെ തുടക്കം ഒരു കപ്പിൾസിനെയാണ് കാണിക്കുന്നത്, അലക്സും ജെന്നും. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാനിരിക്കുകയാണ്. താൻ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന ബ്ലാക്ക് ഫുട്ട് ട്രയൽ എന്ന സ്ഥലത്ത് തൻ്റെ കാമുകിയെ അവിടുത്തെ ലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് അലക്സ്. അങ്ങനെ ഇരുവരും ട്രിപ്പിനായി ആരംഭിച്ച് കാറിൽ യാത്ര തുടരുന്നു. അലക്സ് പറഞ്ഞതൊക്കെ കേട്ട് വളരെ ക്യൂരിയോസിറ്റിയോടെ ആ ലേക്ക് കാണാൻ വേണ്ടി തിടുക്കത്തിലിരിക്കുകയാണ് ജെന്ന്. അങ്ങനെ അവർ അതിനടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തി അവിടെ പോകാനുള്ള പെർമിഷൻ എടുക്കുന്നു. എനിക്ക് ബ്ലാക്ക് ഫുട്ട് ട്രെയിലിലേക്കാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഓഫീസർ ഒന്ന് പതുങ്ങി, അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, അങ്ങോട്ടേക്ക് പോകാൻ ഇപ്പോൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായി അവിടെ കറങ്ങാൻ വന്നതാണ്, എനിക്ക് അവളെ ആ കാഴ്ച ഒന്ന് കാണിക്കണം, എന്തായാലും എനിക്ക് പോയേ പറ്റുമെന്ന് പറയുമ്പോൾ, ശരി, അവിടെ പോകാനുള്ള അനുവാദം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ എനിക്ക് $1000 വേണമെന്ന് പറയുന്നു. അങ്ങനെ അലക്സ് അദ്ദേഹത്തിന് $1000 കൊടുക്കുന്നു. തുടർന്ന് ഓഫീസർ മാപ്പ് എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് മാപ്പ് വേണ്ടെന്ന് പറയുകയും, ഞാൻ ഇവിടെയൊക്കെ സ്ഥിരമായി വന്നു പോകാറുണ്ട്, എനിക്കിവിടുത്തെ വഴികളൊക്കെ കാണാപ്പാടമാണെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്ത ശേഷം ഒരു വള്ളമെടുത്ത് തുഴഞ്ഞ് അപ്പുറത്തെ കാട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് മറ്റ് ടൂറിസ്റ്റുകൾ തിരിച്ചു പോകുന്നത് ഇവർ കാണുകയാണ്. അങ്ങനെ അവർ അപ്പുറത്തേക്ക് എത്തുകയും അവർ വന്ന വള്ളം കെട്ടിയിടുകയും എന്നിട്ട് ട്രക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഒപ്പം ബെയർ സ്പ്രേയും കൂടി എടുക്കുകയാണ്. ഈ കാട്ടിൽ കരടികളുടെ ശല്യമുള്ളതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കരടികളെ തുരത്താനുള്ള ഒരു തരം സ്പ്രേയും അവർ ഒപ്പം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ നടത്തം തുടങ്ങുന്നു. ആദ്യമായിട്ടാണ് ജെന്ന് അലക്സിനോടൊപ്പം ട്രിപ്പ് വരുന്നത്. പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവർ ഒന്നും രണ്ടും പറഞ്ഞ് മുന്നിലോട്ട് പോകുന്നു. കുറച്ച് നടത്തത്തിന് ശേഷം നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവർ അവിടെ ടെൻ്റ് അടിക്കുന്നു. എന്നിട്ട് ഇവിടെ അടുത്തൊരു കുളമുണ്ടെന്ന് പറഞ്ഞ് അലക്സ് ജെന്നിനെയും കൂട്ടി ആ കുളത്തിലേക്ക് എടുത്തു ചാടി സമയങ്ങൾ ചിലവഴിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ കുറച്ച് തീ കത്തിക്കാൻ തടികൾ ഒപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അലക്സ് കുറച്ചകലെ മാറിപ്പോകുമ്പോൾ അവിടേക്ക് ബ്രാഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എത്തുന്നു. ആൾ ഇതുപോലൊരു ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ്. സോളോ ട്രാവലറാണ് ഇവൻ. ശേഷം ജെന്നുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അലക്സ് സൗണ്ട് കേട്ട് അവിടേക്ക് എത്തുന്നു. ജെന്ന് അവനോടുമായി സംസാരിച്ചത് അലക്സിനധികം ഇഷ്ടമായില്ല. തുടർന്ന് ബ്രാഡ് അലക്സിനെയും പരിചയപ്പെടുന്നു. തൻ്റെ കയ്യിൽ മീനുണ്ടെന്നും എങ്ങനെയെങ്കിലും ഇതിനെ ശരിയാക്കിയെടുക്കണം, എന്നിട്ട് കൊതിയോടെ കഴിക്കണമെന്നൊക്കെ ബ്രാഡ് പറയുന്നു. സത്യത്തിൽ അലക്സിന് അതൊന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ടെൻറ്റിനകത്തേക്ക് കയറുകയും ജെന്നിനെ വിളിച്ചു, നീ എന്തിനാണ് അവനോട് സംസാരിക്കാൻ പോയത്, അവനൊരു സ്ട്രേഞ്ചർ അല്ലേ, ചിലപ്പോൾ അത് നമുക്ക് ആപത്ത് തന്നെ ആയിരിക്കുമെന്ന് അവൻ അവളോട് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ചു നേരം സംസാരിച്ചതേ ഉള്ളൂ, അവനൊരു നല്ലവനാണ്, സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് അവൾ അവനോട് പറയുന്നു. തുടർന്ന് ഇന്ന് രാത്രി ഡിന്നറിന് ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്തു എന്നും അവൾ അവനോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തോടെ, എന്ത് കണ്ടിട്ടാണ് നീ അവനോട് ഡിന്നറിന് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അകത്ത് നടക്കുന്ന ഈ സംസാരം ബ്രാഡ് കേൾക്കുകയും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് പോവാനൊരുങ്ങുമ്പോൾ, ഹേയ്, അത് കുഴപ്പമില്ല, ഞാനൊരു മിസ്അണ്ടർസ്റ്റാൻഡിൽ പറഞ്ഞതാണ്, നമുക്കിന്ന് അടിച്ചു പൊളിക്കാമെന്ന് അലക്സ് സമ്മതം കൊടുക്കുന്നു. അങ്ങനെ രാത്രി ആവുകയാണ്. അവർ മീനിനെയൊക്കെ വെട്ടി വൃത്തിയാക്കി ഗ്രില്ല് ചെയ്യുന്നു. ആ സമയത്തൊക്കെ ബ്രാഡ് അവരെ കൂടുതൽ പരിചയപ്പെടുന്നു. കഴിക്കാൻ വെജീസ് ഓർ പൊട്ടറ്റോ വേണോ എന്ന് ചോദിക്കുമ്പോൾ അലക്സ് അവളോട് വെജീസ് മതിയെന്ന് പറയുന്നു. അപ്പോഴേക്കും ബ്രാഡ്, അത് വേണ്ട, പൊട്ടറ്റോ മതി, അതായിരിക്കും ഇതിനോട് നല്ലതെന്ന് പറഞ്ഞ് അതെടുക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതൊന്നും അലക്സിന് തീരെ ഇഷ്ടമായില്ല. കൂടാതെ ബ്രാഡ് അവർക്ക് മുന്നിലിരുന്ന് മൂത്രമൊഴിക്കുകയാണ്. ഇതൊക്കെ കണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അലക്സ് ജെന്നിനോട് ആംഗ്യം കാണിക്കുന്നു. ശേഷം അടുത്ത പ്ലാനിനെ പറ്റി അവർ സംസാരിക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് ഫുട്ട് ട്രയൽ ലേക്കിലേക്കാണ് പോകുന്നതെന്ന് കേൾക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം വരാം, നിങ്ങൾക്കതൊരു ഗൈഡായിരിക്കും, എനിക്ക് അവിടുത്തെ വഴികളെല്ലാം നല്ലതുപോലെ അറിയാമെന്ന് ബ്രാഡ് പറയുന്നു. എന്നാൽ ബ്രാഡിനൊപ്പം കൂട്ടാതിരിക്കാൻ വേണ്ടി അലക്സ്, നമ്മളിപ്പോഴൊന്നുമല്ല പോകുന്നത്, ഇവിടെയൊക്കെ കുറച്ച് ദിവസം കറങ്ങി പതുക്കെയാണ് അവിടെ പോകുന്നതെന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. എന്നാൽ തന്നെ കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞതെന്ന് ബ്രാഡിന് മനസ്സിലായി. ശരി, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്ന്, നിങ്ങൾ നേരത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണെന്ന് അലക്സിനോട് ചോദിക്കുന്നു. ഒരു തർക്കമുണ്ടാവുമെന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, നീ ചിലപ്പോൾ ഇവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കുമെന്ന ഭയം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. ഇത് കേട്ട് ഒരു പുഞ്ചിരിയോടെ ബ്രാഡ് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ഇനി ഇതുപോലുള്ള ഏനെടുത്ത് വെക്കല്ലേ, അവനെങ്ങാനും ഇനി തിരിച്ചു വന്നാൽ ഈ കോടാലി മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ് കോടാലിയും കൊണ്ട് സേഫ്റ്റിക്കായി ടെൻറ്റിനകത്തേക്ക് അലക്സ് പോകുന്നു. ജെൻ അലക്സിനോട് സോറി പറയുകയാണ്. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവർ എഴുന്നേൽക്കുന്നു. രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് അവർ യാത്ര ആരംഭിക്കുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് ഏതോ ഒരു വന്യമൃഗത്തിൻ്റെ കാൽപ്പാട് അലക്സ് ശ്രദ്ധിക്കാനിടയായി. എന്നാൽ അവൾ പേടിക്കുമെന്ന് കരുതി ഈ കാര്യം അവളോടവൻ പറഞ്ഞിരുന്നില്ല.
ശേഷം സമയം വീണ്ടും ഇരുട്ടുമ്പോൾ വേറെ നല്ലൊരു സ്പോട്ട് നോക്കി അവർ അവിടെ ക്യാമ്പടിക്കുന്നു. ഒരുപാട് നേരം നടന്നതുകൊണ്ട് അലക്സിന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഫോറസ്റ്റ് ഓഫീസർ കൊടുത്ത മെഡിസിൻ ബോക്സ് ഉപയോഗിച്ച് അവൾ അവൻ്റെ കാലിനെ പരിചരിക്കുന്നു. തുടർന്ന് അവർ ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രി പുറത്തെന്തോ ശബ്ദം കേട്ട് ജെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നു. അവൾ അലക്സിനെ വിളിച്ച് അറിയിച്ചെങ്കിലും ശബ്ദം ഒരുപാട് കൂടി വരികയും എന്നാൽ അത് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെയാവുമ്പോൾ അവർ കണ്ടത് അവരുടെ ടെന്റിന് കുറച്ച് മുന്നിലായി മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നു. ഏതെങ്കിലും വന്യമൃഗമായിരിക്കുമെന്ന് കരുതി ആദ്യം പേടിച്ചെങ്കിലും ഇത് ഏതെങ്കിലും സീഡായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അലക്സ് ജെന്നിനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിക്ക് എന്തോ ഒരു ദുർഗന്ധം അവർക്കെടുക്കുകയും മുന്നിലോട്ട് ചെന്നപ്പോൾ കണ്ടത് ഒരു മാന് ചത്തഴുവി ഈച്ചകളൊക്കെ വന്ന് തിന്നുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ ഏതെങ്കിലും വന്യമൃഗമായിരിക്കും ഇതിനെ ആക്രമിച്ചതെന്നുള്ള സംശയം ഇരുവർക്കും ഉണ്ടായിരുന്നു. ശേഷം യാത്ര കൂടുതൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ജെന്ന് കാല് തട്ടി വീഴുകയും അവളുടെ മുഖമാകെ പൊടിപടലങ്ങളാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ ലേക്ക്. അവിടെ നിന്ന് നിനക്ക് ആവശ്യം പോലെ മുഖം കഴുകാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവളെയും കൂട്ടിക്കൊണ്ട് അവൻ മുകളിലേക്ക് ചെല്ലുന്നു. എന്നാൽ കാര്യങ്ങൾ ഇവിടെ ആകെ തകിടം മറിയുകയാണ്. കാര്യമെന്തെന്നാൽ അലക്സ് പറഞ്ഞിരുന്ന ലേക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മുഴുവനും കാട് പിടിച്ച് വെള്ളമില്ലാത്ത ഒരു തരിശു ഭൂമിയായിരുന്നു അവിടെ. ഇത് കണ്ട് ജെന്ന് ആകെ ഞെട്ടിപ്പോകുന്നു. നിനക്ക് ചിലപ്പോൾ വഴി തെറ്റിയതായിരിക്കുമെന്ന് അവനോട് പറഞ്ഞെങ്കിലും ഇല്ല, ഉറപ്പാണ്, ഇത് തന്നെയാണ് വഴി. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആകെ അസ്വസ്ഥനാകുന്നു. ഇത് കേട്ടതോടുകൂടി അവൾക്കും കൂടുതൽ പേടിയാവുന്നു. കാരണം അവരുടെ കയ്യിൽ മാപ്പില്ല. എന്നാൽ മറ്റൊരു കാര്യമെന്തെന്നാൽ അവൾ തൻ്റെ ബാഗിൽ വെച്ചിരുന്ന ഫോണ് ഈ ട്രിപ്പിനിടയിലെങ്ങാനും ഫോൺ കളിച്ച് തന്നോട് സംസാരിക്കില്ലെന്ന് കരുതി അലക്സ് നേരത്തെ കൂട്ടി അവളുടെ ഫോണെടുത്ത് മാറ്റി കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞ് ജെന്ന് അലക്സിനോട് ദേഷ്യപ്പെടുന്നു. മാപ്പോ കയ്യിലില്ല, നമുക്കിനി ആരോടും കോണ്ടാക്ട് ചെയ്യാനും സാധിക്കുകയില്ല. നീ സത്യത്തിൽ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? എന്നോട് സത്യം പറ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആകെ ഒരിക്കൽ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവന്നത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ടതോടുകൂടി ആകെ സങ്കടമായി ജെന്ന് അവിടെ മാറിയിരുന്ന് കരയുകയാണ്. ശേഷം അവൻ അവളുടെ അടുക്കൽ വന്ന് അവളെ സമാധാനപ്പെടുത്തുന്നു. സോറി, എല്ലാം എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് മാപ്പ് ചോദിക്കുന്നു. അവൾ സാരമില്ല, പോട്ടെ എന്നൊക്കെ പറയുന്നു. അന്ന് രാത്രി അവർ അവിടെ ക്യാമ്പടിച്ച് ഉറങ്ങുകയാണ്. എന്നാൽ പുറത്ത് ഏതോ ഒരു വന്യമൃഗം അവരുടെ ടെന്റിന് സമീപം വന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. കണ്ടിട്ട് കരടിയോ മറ്റേതോ ജീവിയാണ്. എന്നാൽ ഇതവർ അറിയുന്നില്ല. പിറ്റേന്ന് രാവിലെ പുറത്ത് ഏതോ മൃഗത്തിൻ്റെ സൗണ്ട് ഞാൻ കേട്ടെന്ന് ജെന്ന് പറയുകയാണ്. അത് വല്ല റക്കൂണായിരിക്കുമെന്ന് പറഞ്ഞ് ആ വിഷയം അലക്സ് വലിയ കാര്യമാക്കിയില്ല. ഇരുട്ട് വീഴുന്നതിന് മുന്നേ എത്രയും ദൂരേക്ക് നമുക്ക് എത്താൻ കഴിയുമോ അത്രയും നമ്മൾ സ്പീഡായിരിക്കണമെന്ന് പറഞ്ഞ് ഇരുവരും മുന്നോട്ട് നടക്കുന്നു. പക്ഷേ തിരിച്ചു പോകേണ്ട വഴി കറക്റ്റായി അലക്സിന് അറിയാൻ കഴിയുന്നില്ല. രണ്ടുപേരും അവർ ഊഹം വെച്ച് മുന്നിൽ കണ്ട വഴിയിലൂടെ പോകുന്നു. കയ്യിലാണെങ്കിൽ വെള്ളവും തീരാറായി. എന്നാൽ അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കാണാനിടയായത്. കരടികൾ വിശ്രമിക്കാൻ അവറ്റകൾ ഒരുക്കുന്ന ഒരു കൂടിവർ കണ്ടു. കണ്ടപാടെ ഇവിടെ നിൽക്കുന്നത് ആപത്താണ്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ സ്ഥലം കാലിയാക്കുന്നു. അങ്ങനെ ഇരുട്ടുമ്പോൾ ജീവൻ പണയം വെച്ച് ഒരു സ്ഥലത്തവർ ക്യാമ്പടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നതിൽ ക്ഷമിക്കണമെന്ന് അവൻ അവളോട് പറയുന്നു. നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന മോതിരം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് സന്തോഷത്തോടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വേണ്ട, ഈ സമയത്ത് വേണ്ട, നമുക്ക് വേറൊരു ദിവസം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് നാണത്തോടെ ജെന്ന് അവനോട് പറയുന്നു. ശേഷം അവർ റൊമാൻറ്റിക്കായി കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ചെടികളുടെ സൗണ്ട് കേൾക്കുകയാണ്. അവിടെ ആരാണെന്ന് അലക്സ് ഉറക്കെ ചോദിക്കുന്നു. അത് കരടിയായിരിക്കുമോ എന്ന് ഇരുവരും വിചാരിച്ച് പെട്ടെന്ന് അവർ ടെന്റിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ ഇരുവരും പേടിയോടുകൂടി ഉറങ്ങി ആ ഒരു രാത്രി വെളുക്കുകയാണ്. അവൻ അവളെ ഉണർത്തി, പേടിക്കണ്ട, നമ്മൾ ഉറപ്പായും തിരിച്ച് നാട്ടിലെത്തുമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങാൻ ടെന്റിന്റെ ഓപ്പൺ സിബ് തുറക്കുമ്പോൾ മുന്നിലായി ഒരു വലിയ കരടി ഇരിക്കുകയാണ്. കണ്ടപാടെ ആകെ ഞെട്ടിയിരിക്കുന്ന സമയം ഇത് കണ്ട ജെന്നിന് ആകെ പേടിയാവുന്നു. അലക്സ് പുറത്തെന്തിനെയോ കണ്ടു വിരണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ശേഷം ഒന്നുകൂടി തുറന്നു നോക്കുമ്പോൾ കരടി എണീച്ച് അവർക്ക് നേരെ നടന്നു വരികയാണ്. കുറച്ചു സമയത്തേക്ക് ദൈവമേ അതിങ്ങോട്ട് വരല്ലേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ തുറന്നു നോക്കുമ്പോൾ കരടി ഏകദേശം അവർക്കടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ഇറങ്ങി ഓടാനും സാധിക്കില്ല. കഷ്ടകാലത്തിന് കോടാലി തൻ്റെ പുറത്തിരിക്കുന്ന ബാഗിലാണ് ഉണ്ടായിരുന്നത്. കയ്യിലുള്ളത് തടുക്കാൻ വെറും ബെയർ സ്പ്രേ മാത്രം. അകത്ത് ആളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായ കരടി ടെന്റ് കടിച്ചു കീറി അവരെ ആക്രമിക്കാൻ തുടങ്ങി. ജെന്നിൻ്റെ കൈക്ക് വലിയ പരുക്ക് പറ്റുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കരടി അലക്സിൻ്റെ കാലിന് മാരകമായ പരിക്കേൽപ്പിക്കുന്നു. ഈ തക്കത്തിന് ജെന്ന് സ്പ്രേ എടുത്ത് അതിന് നേരെ അടിക്കുന്നു. തൽക്കാലം കരടി പിന്നിലോട്ട് മാറിപ്പോയെങ്കിലും പക്ഷേ അലക്സിന് നടക്കാൻ പോലും കഴിയില്ല. എല്ല് വരെ പുറത്ത് വന്നിരിക്കുകയാണ്.
ഇരുവരും ഇനി അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോയെന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു പോയി. തുടർന്ന് കരടി വീണ്ടും അകത്തേക്ക് വന്ന് അലക്സിനെ കടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ജെന്നിനൊന്നും തന്നെ ചെയ്യാനായില്ല. കരടി ക്രൂരമായി അവനെ കടിച്ചു കുടയുന്നു. അതിനിടയിൽ ഓടി രക്ഷപ്പെട്ടോ എന്ന് അലക്സ് അവരോട് പറയുന്നുണ്ട്. കുറച്ചു സമയത്തിനു ശേഷം അവൾ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട കാമുകൻ ക്രൂരമായി മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളാണ്. തുടർന്ന് അവൻ കൊടുക്കാൻ വെച്ചിരുന്ന മോതിരവും കൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ഓടുന്ന വഴിക്ക് അവൾ കാല് തന്നെ വീഴുകയും തലവന്ന് കല്ലിലിടിച്ച് കുറച്ചു നേരത്തേക്ക് ബോധം പോവുകയാണ്. ബോധം വന്നതിന് ശേഷം സഹായത്തിനായി അവിടെ കിടന്ന് അലറിയെങ്കിലും ഒരു ഉപയോഗവും ഉണ്ടായിരുന്നില്ല. താൻ ഒഴികെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം അലക്സ് കൊടുത്ത മോതിരവും അണിഞ്ഞ് തൻ്റെ സ്വപ്ന ജീവിതമെല്ലാം നഷ്ടത്തിലായി തൽക്കാലം ഒരു മരത്തിൻ്റെ മണ്ടയിൽ കയറി വിശ്രമിക്കുന്നു. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് രാവിലെ ആവുന്നു. അതുവഴി അപ്പോൾ ഒരു ഹെലികോപ്റ്റർ കടന്നു പോവുകയാണ്. പക്ഷേ എത്രയൊക്കെ വിളിച്ചിട്ടും അതിലുള്ളവർ ഇവളെ കാണാനിടയായില്ല. ശേഷം അവിടെ നിന്നിറങ്ങി ഓടുകയും പരിക്കുപറ്റിയ കയ്യിൽ അവിടെ കണ്ടിരുന്ന അഴുക്കുവെള്ളമെടുത്ത് ഒഴിക്കുമ്പോൾ തൊട്ടു പിന്നിൽ ആ കൊലകൊല്ലി കരടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടി ഓടി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികത്തെത്തുകയും ജീവൻ പണയം വെച്ച് അവിടുത്തെ പാറകളിൽ അള്ളിപ്പിടിച്ച് താഴേക്കിറങ്ങുമ്പോൾ കാല് തന്നെ താഴെ വീണ് കാലിൻ്റെ എല്ല് മാറിപ്പോവുകയാണ്. സമയം ഇപ്പോൾ ഇരുട്ടി തുടങ്ങി. വയ്യാത്ത കാലം കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഫ്ലെയർ കത്തിച്ച് ആ രാത്രിയോളം നടന്ന് ഒരുവിധം തങ്ങൾ വന്നിരുന്ന ബോട്ടിനരികെ എത്തിച്ചേരുന്നു. ഏകദേശം അവളുടെ ബോധം പോകാറായിരിക്കുകയാണ്. മുന്നും പിന്നും നോക്കാതെ ആ വള്ളമെടുത്ത് തുഴഞ്ഞു അപ്പുറത്തെ കരയ്ക്കെത്തുകയും അവിടെ നിന്ന് നടന്നു തുടങ്ങുമ്പോൾ അവൾ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇഴഞ്ഞിഴഞ്ഞ് മുമ്പിലുള്ളവരുടെ അടുക്കലേക്ക് നീങ്ങുമ്പോൾ അവിടെയുള്ളവർ ഇവളെ കാണുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് ട്രിപ്പ് പോകാൻ വന്നിരുന്ന ആളുകൾക്ക് ഗൈഡ് കൊടുക്കുന്ന ബ്രാഡായിരുന്നു. അവൻ അവളെ കാണുകയും കണ്ടപാടെ മനസ്സിലായി അവളുടെ അടുക്കലേക്ക് ഓടി വരികയും ചെയ്യുന്നു. ഇനി ബ്രാഡ് ഇവളെ രക്ഷിക്കും. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.